അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നത് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് എന്ന പാഠത്തിൻ്റെ ഒന്നാം ഭാഗത്തിലെ ഫസ്റ്റ് പാർട്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് സെക്കൻഡ് പാർട്ട് നമുക്ക് വായിച്ച് നോക്കാം, എന്നിട്ട് അത് അർത്ഥം വെച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഐ തിങ്ക് യു ആർ റെഡി to go through the pages. Page number 127. Okay. The years went on, and Ernest grew to be a young man. He attracted little notice from the inhabitants of the valley. They saw nothing remarkable in his way of life, except that when the labor of the day was over, he still loved to gaze upon the great stone face. Their idea was that this was a folly, but pardonable because Ernest was industrious, kind, and neighborly. The years went on. Went on എന്ന് പറഞ്ഞാൽ തുടർന്നു, അല്ലെ, പാസ് ചെയ്തു എന്നർത്ഥം. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ആൻഡ് ഏണസ്റ്റ് ഗ്രൂ ടു ബി എ യങ് മാൻ. ഒരു യുവാവാകുന്ന രീതിയിൽ ഏണസ്റ്റ് വളർന്നു. ഹി അട്രാക്റ്റഡ് ലിറ്റിൽ നോട്ടീസ് ഫ്രം ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ വാലി. അവിടെയുള്ള വാലിയിലുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ ശ്രദ്ധ അവന് ലഭിച്ചില്ല. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, അട്രാക്റ്റഡ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ നേടി. എന്നാൽ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ഹി അട്രാക്റ്റഡ് ലിറ്റിൽ നോട്ടീസ് ഫ്രം ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ വാലി. ഇൻഹാബിറ്റൻസ് താമസക്കാർ. ദേ സോ നത്തിങ് റിമാർക്കബിൾ. അവരാരും റിമാർക്കബിളായ ശ്രദ്ധേയമായ ഒന്നും കണ്ടില്ല. സോ റിമാർക്കബിൾ, ദേ സോ റിമാർക്കബിൾ. അവർ റിമാർക്കബിളായ സംഗതി കണ്ടു. അതിന് മുമ്പ് നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ ദേ സോ നത്തിങ് റിമാർക്കബിൾ ഇൻ ഹിസ് വേ ഓഫ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായ ഒന്നും അവരാരും കണ്ടില്ല. എക്സെപ്റ്റ് ദാറ്റ്, ഒന്നൊഴികെ, എന്തെന്നാൽ വെൻ ദ ലേബർ ഓഫ് ദ ഡേ വാസ് ഓവർ. ഒരു ദിവസത്തെ പണി കഴിയുമ്പോൾ, ലേബർ എന്ന് പറഞ്ഞാൽ പണി, സൈഡിൽ എഴുതിയിട്ടുണ്ടാവും വർക്ക്, അല്ലേ. ഇൻഹാബിറ്റൻസിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട് പീപ്പിൾ ലിവിങ് ഇൻ ദ വാലി, അല്ലേ, അല്ലെങ്കിൽ ഡെല്ലേഴ്സ്, താമസക്കാർ എന്നൊക്കെ അർത്ഥം. അവർ ശ്രദ്ധിച്ചിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വെൻ ദ ലേബർ ഓഫ് ദ ഡേ വാസ് ഓവർ. ഒരു ദിവസത്തെ പണി കഴിയുമ്പോൾ ഹി സ്റ്റിൽ ലവ് ടു ഗേസ് അപ്പോൺ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്. ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് നോക്കുക എന്നത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദെയർ ഐഡിയ വാസ് ദാറ്റ്, അവരുടെ ചിന്തയായിരുന്നു ദാറ്റ്, എന്തെന്നാൽ ദിസ് വാസ് എ ഫോളി, അല്ലേ. ഫോളി മീൻസ് വിഡ്ഢിത്തം. അതൊരു ഫൂൾ ൻ്റെ പരിപാടിയാണ് എന്നവർ മനസ്സിലാക്കി. ബട്ട് പാഡനബിൾ, പക്ഷേ അത് ക്ഷമിക്കാൻ പറ്റിയതാണ്. പാഡൻ, അല്ലേ. പാഡൻ മീ എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കുക എന്നാണ് അർത്ഥം. ഇതൊരു പാഡനബിളാണ് എന്നവർ മനസ്സിലാക്കി. ബിക്കോസ് ഏണസ്റ്റ് വാസ് ഇൻഡസ്ട്രിയസ്. ഏണസ്റ്റ് ഇൻഡസ്ട്രിയസ് ആയിരുന്നു, അല്ലേ. ഇൻഡസ്ട്രി എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞാൽ നന്നായി അധ്വാനിക്കുന്നവൻ, കൈൻഡ്, ദയുള്ളവൻ, ആൻഡ് നൈബേർലി, അല്ലേ. എല്ലാവരും ഒരു സ്നേഹമുള്ള ആളായിരുന്നു. നൈബർ എന്ന് പറഞ്ഞാൽ അയൽവാസിയിലെ, അപ്പോൾ അയൽപ്പക്ക ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളായിരുന്നു. ദേ ഡിഡ് നോട്ട് നോ, അവർ മനസ്സിലാക്കിയില്ല ദാറ്റ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഹാഡ് ബിക്കം എ ടീച്ചർ ടു ഹിം. അവർ മനസ്സിലാക്കിയ ഒരു സത്യം എന്തെന്നാൽ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഹാഡ് ബിക്കം, ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ആയി മാറിയിരുന്നു, എ ടീച്ചർ ടു ഹിം, അവൻ്റെ ഒരു അധ്യാപകനായി മാറിയിരുന്നു. ആൻഡ് ദാറ്റ്, പിന്നെ എന്തെന്നാൽ ദ സെൻറ്റിമെൻറ്റ് വിച്ച് വാസ് എക്സ്പ്രസ്ഡ് ഇൻ ഇറ്റ് വുഡ് എൻലാർജ് ദ യങ് മാൻസ് ഹാർട്ട്. അവർ മനസ്സിലാക്കിയില്ല എന്ത്, ദ സെൻറ്റിമെൻറ്റ്, വികാരം, വിച്ച് വാസ് എക്സ്പ്രസ്ഡ് ഇൻ ഇറ്റ്, ആ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ട, പ്രകടിപ്പിക്കപ്പെട്ട ആ വികാരങ്ങൾ ഇവിടെ ലാർജ്, അതിങ്ങനെ വലുതാക്കും. ലാർജ് എന്ന് പറഞ്ഞാൽ വലുതില്ലേ, ആ വികാരങ്ങൾ വലുതാക്കും. ദ യങ് മാൻസ് ഹാർട്ട്, ഈ മനുഷ്യൻ്റെ യുവാവിൻ്റെ ഹാർട്ടിനെ, മനസ്സിനെ വലുതാക്കും എന്നവർ മനസ്സിലാക്കിയില്ല. പിന്നെ എന്താ അവർ മനസ്സിലാക്കാത്തത്, ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് ഡീപ്പർ സിമ്പതീസ്, ആ ഹൃദയത്തിൽ ആഴത്തിലുള്ള ഡീപ്പറായിട്ടുള്ള സിമ്പതി ഫീലിങ്സ്, അല്ലേ, നിറക്കും, അല്ലേ. സൈഡിൽ എഴുതിയിട്ടുണ്ട് ഫീലിങ്സ്. ഏത് ഫീലിങ്സിനാണ് സിമ്പതി എന്ന് പറയാം? ഫീലിങ്സ് ഓഫ് സോറോ, അല്ലേ, ദുഃഖം, അപ്രൂവൽ, അംഗീകാരം, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കി, ഇതിനൊക്കെയാണ് സിമ്പതി എന്ന് പറയാം. അപ്പോൾ അവർ മനസ്സിലാക്കിയില്ല. ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് ഡീപ്പർ സിമ്പതീസ്, അവൻ്റെ മനസ്സിൽ സിമ്പതി ആഴത്തിൽ നിറക്കുമെന്ന്.
ദാൻ അതർ ഹാർട്ട്സ്, മറ്റ് ഹൃദയങ്ങളെക്കാൾ. അപ്പോൾ അതിനൊരു പ്രത്യേക കഴിവുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയില്ല. ദേ ഡിഡ് നോട്ട് നോ ദാറ്റ്, അവർ മനസ്സിലാക്കിയില്ല ഫ്രം ദിസ്, ഇതിൽ നിന്ന് വുഡ് കം എ ബെറ്റർ വിസ്റ്റം, അല്ലെ ആ പാറയിൽ നിന്ന് ഒരു ഏറ്റവും ഉന്നതമായ ഒരു വിസ്റ്റം, ഒരു അല്ലേ വിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലൊരു ചിന്ത, ബോധം, അല്ലേ അങ്ങനെയുള്ള ഹിക്മത്ത് എന്നൊക്കെ പറയും. ദാറ്റ് കുഡ് ബി ലേൺഡ് ഫ്രം ബുക്സ്, പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതിന് രൂപത്തിലുള്ള അതിനേക്കാൾ ഉഷാറായിട്ടുള്ള വിസ്റ്റം ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് അവർ മനസ്സിലാക്കിയില്ല. നെയ്തർ ഡിഡ് ഏണസ്റ്റ് നോ, ഏണസ്റ്റ് മനസ്സിലാക്കിയില്ല ദാറ്റ് ദ തോട്ട്സ് വിച്ച് കം ടു ഹിം. സോ അങ്ങനെ അവന് സോ നാച്ചുറലി, വളരെ നാച്ചുറലായിട്ട് അവന് വന്നിട്ടുള്ള ആ വിവരങ്ങൾ ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ദ ഫയർ സൈഡ്സ്, അവൻ ഫീൽഡുകളിൽ, വയലുകളിൽ വെച്ച് അവന് ലഭിച്ച ആ വിവരങ്ങൾ, ഫയർ സൈഡ് അല്ലേ ഫയറിൻ്റെ സൈഡ്, അടുപ്പിൻ്റെ അടുത്തു നിന്ന് അവന് കിട്ടിയ വിവരങ്ങൾ, വേർ ഓഫ് എ ഹയർ ടോൺ, വലിയൊരു ടോണിലുള്ള, വലിയൊരു സ്വരത്തിലുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കിയില്ല. ദാൻ ദോസ് വിച്ച് ഓൾ മെൻ ഷെയർഡ് വിത്ത് ഹിം, അല്ലേ ദാൻ ദോസ്, ആ വിവരങ്ങളെക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കിയില്ല. എങ്ങനത്തെ വിവരങ്ങളെക്കാൾ? വിച്ച് ആൾ മെൻ ഷെയർഡ് വിത്ത് ഹിം, എല്ലാ ജനങ്ങളും അവനോട് ഷെയർ ചെയ്ത വിവരങ്ങളെക്കാൾ വലുതാണ് അവന് ഈ ഫയർ സൈഡിൽ നിന്നും ഫീൽഡ്സിൽ നിന്നും ലഭിച്ച വിവരങ്ങളെന്ന് അവനും മനസ്സിലാക്കിയില്ല. എ സിമ്പിൾ സോൾ, അല്ലേ അവൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയാം, സോൾ, ആത്മാവ്. ഈ സിമ്പിൾ സോളാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ആത്മാവാണ്. എങ്ങനെ അത് വിശദീകരിക്കുകയാണ് ആ സിംപ്ലിസിറ്റി. സിമ്പിൾ ആസ് വൺ ഇസ് മദർ ഫാസ്റ്റ് ടോൾഡ് ഹിം ഓൾ ദി സ്റ്റോറി, അല്ലേ അവനോട് പഴയ കഥ അവൻ്റെ അമ്മ പറഞ്ഞ ആ സമയത്ത് എങ്ങനെയാണോ അവൻ്റെ ഹൃദയം സിമ്പിളായിരുന്നത്, അതേപോലെ ആ ആത്മാവ് സിമ്പിളായിരുന്നത്, അതേ രീതിയിൽ സിമ്പിളായ അവൻ്റെ ഇപ്പോഴുമുള്ള ആത്മാവ്. ആ സിമ്പിൾ സോൾ ഹി ബിഹൽഡ്, അല്ലേ ബിഹൽഡ് എന്ന് പറഞ്ഞാൽ അവന് കാണുന്ന, അല്ലെ അവന് ഉൾക്കൊള്ളുന്ന. ബിഹോൾഡ് എന്നാൽ സൈഡിൽ എഴുതിയിട്ടുണ്ട്, സോ കാണുക. അപ്പോൾ എ സിമ്പിൾ സോ ഹി ബിഹോൾഡ്, അവന് കാണുന്ന അവൻ്റെ ആ ഹൃദയം, സിമ്പിളായിട്ടുള്ള ആത്മാവ്. ദ മാർവലസ് ഫേസ് ലുക്കിംഗ് ഡൗൺ ദ വാലി, എന്താണത്? ഹി ബിഹൽഡ്, അവന് കാണുന്നത് എന്താ? ദ മാർവലസ് ഫേസ്, വലിയ എന്താണ് ഭയങ്കരമായ ആ മുഖം. ലുക്കിംഗ് ഡൗൺ ദ വാലി, വാലിയുടെ താഴ്ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന മുഖം, അതായത് സ്റ്റോൺ ഫേസ്. ആൻഡ് സ്റ്റിൽ വണ്ടേഡ്, അല്ലേ അവൻ അത്ഭുതപ്പെടുകയും ചെയ്തു. വൈ ഇറ്റ്സ് ഹ്യൂമൻ ലൈക്ക്നെസ് വാസ് സോ ലോങ് ഇൻ കമ്മിങ്, എന്തുകൊണ്ടാണ് അതിൻ്റെ ആ ഹ്യൂമൻ ലൈക്ക്നെസ്, മനുഷ്യനോടുള്ള ആ സാദൃശ്യം, സോ ലോങ് ഇൻ കമ്മിങ്, അത് വരുന്നതിൽ ഇത്ര വൈകുന്നത് എന്നവനിങ്ങനെ അത്ഭുതപ്പെടുകയും ചെയ്യുകയാണ്. ബൈ ദിസ് ടൈം, ഈ സമയത്ത്. ഇനി നമ്മൾ നേരത്തെ ഒരു ഗാദർ ഗോൾഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഗാദർ ഗോൾഡ്, അല്ലേ വാസ് എ റിച്ച് മാൻ, അല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പൈസ എണ്ണി തീർക്കാൻ കഴിയാത്ത അത്ര പൈസ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ബൈ ദിസ് ടൈം, ഈ സമയത്തോടു കൂടി തന്നെ പുവർ മിസ്റ്റർ ഗാദർ ഗോൾഡ്, ഇവിടെ പുവർ എന്നാണ് പറയുന്നത്, അല്ലേ പാവപ്പെട്ട. സത്യത്തിൽ ഗാദർ ഗോൾഡ് എന്ന പേര് വന്നത് തന്നെ ആ പൈസൻ്റെ കണക്കൊണ്ടാണ്. പക്ഷേ ഈ സമയമായപ്പോഴേക്ക് അദ്ദേഹം പാവമായി മാറിയിട്ടുണ്ട്. ബൈ ദിസ് ടൈം പുവർ മിസ്റ്റർ ഗാദർ ഗോൾഡ് വാസ് ഡെഡ്, അയാൾ മരിച്ചു. ആൻഡ് ബറീഡ്, അല്ലേ മറവ് ചെയ്യപ്പെട്ടു. ഹിസ് വെൽത്ത് വിച്ച് വാസ് ദ ബോഡി ആൻഡ് സ്പിരിറ്റ് ഓഫ് ഹിസ് എക്സിസ്റ്റൻസ്, അദ്ദേഹത്തിൻ്റെ ആ വെൽത്ത്, പൈസ, ആ സമ്പാദ്യം, വിച്ച് വാസ് ദ ബോഡി ആൻഡ് സ്പിരിറ്റ് ഓഫ് ഹിസ് എക്സിസ്റ്റൻസ്, അല്ലേ ആ സമ്പാദ്യമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിൻ്റെ ബോഡിയും സ്പിരിറ്റും, അതിൻ്റെ തടിയും അതിൻ്റെ ആത്മാവുമൊക്കെ. അയാൾ എന്ന് പറയുന്ന ആ മഹത്വത്തിൻ്റെ സ്ഥാനം എന്താ? അദ്ദേഹത്തിൻ്റെ പൈസയാണ്. അത് ഹാഡ് ഡിസപ്പിയേർഡ് ബിഫോർ ഹിസ് ഡെത്ത്, അല്ലേ അയാൾ മരിക്കുന്നതിന് മുമ്പ് ഡിസപ്പിയറായി, അപ്രത്യക്ഷമായി, കാണാതായി, പൈസയൊക്കെ തീർന്നു എന്നർത്ഥം. സിൻസ് ദ മെൽറ്റിംഗ് എവേ ഓഫ് ദിസ് ഗോൾഡ്, അല്ലേ അവൻ്റെ ഗോൾഡുകളൊക്കെ മെൽറ്റ് ചെയ്ത മുതൽ, മെൽറ്റ് എന്ന് പറഞ്ഞാൽ ഉരുക എന്നാണ്, മെൽറ്റിംഗ് എവേ എന്ന് പറഞ്ഞാൽ ഉരുകി പോവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൈസയൊക്കെ തീർന്നത് മുതൽ. പൈസേൻ്റെ സമയത്ത് അവർ പറഞ്ഞിരുന്നു ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ അതേ ഫേസ് കട്ടാന്ന്. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഇറ്റ് ഹാഡ് ബീൻ ജനറലി അഗ്രീഡ്, ഇറ്റ് ഹാഡ് ബീൻ അതായിരുന്നു ജനറലി അഗ്രീഡ്, പൊതുവെ അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്താണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടത്? ദാറ്റ് ദർ വാസ് നോ ഗ്രേറ്റ് ലൈക്ക്നെസ്, വലിയ
ഗ്രേറ്റ് ലൈക്ക്നെസ് ഇല്ല. ദർ വാസ് ഗ്രേറ്റ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ലൈക്ക്നെസ് ഉണ്ട് എന്നാണ്, അവൻ്റെ വലിയ ലൈക്ക്നെസ് ഉണ്ട്. ദർ വാസ് നോ ഗ്രേറ്റ് ലൈക്ക്നെസ്, വലിയ ലൈക്ക്നെസ്സേ ഇല്ല. ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ സാദൃശ്യം തന്നെ ഇല്ല. അപ്പോൾ പൈസ ഉണ്ടായതുകൊണ്ട് ആളുകളന്ന് ഭയങ്കര സാദൃശ്യം എന്ന് പറഞ്ഞതാണ്. ഇന്ന് പൈസ ഇല്ലാതെ ഇപ്പോൾ സാദൃശ്യം ഉണ്ടെന്ന് പറയാൻ ആളില്ല. ആഫ്റ്റർ ആൾ ബിറ്റ്വീൻ ദ റോയിൻ അല്ലേ, ആഫ്റ്റർ ആൾ എന്ന് പറഞ്ഞാൽ അവസാനം അല്ലേ, ബിറ്റ്വീൻ ദ റോയിൻഡ് മർച്ചൻ്റ്, ഈ നശിച്ചുപോയ തകർന്നുപോയ റോയിൻഡ് എന്ന് പറഞ്ഞാൽ നശിച്ച മർച്ചൻറ്റിൻ്റെയും കച്ചവടക്കാരൻ്റെയും, ആൻഡ് ദി ഗ്രേറ്റ് മജസ്റ്റിക് ഫേസ് അപ്പോൺ ദ മൗണ്ടെയിൻ്റെ മുകളിലുള്ള വലിയ ഫേസ് അല്ലേ, സ്റ്റോൺ ഫേസിൻ്റെ ഇടയിലൊന്നും യാതൊരു ബന്ധവും ഇല്ല എന്ന് ആളുകൾ വിശ്വസിച്ചു. അപ്പോൾ പഴയ വിശ്വാസമൊക്കെ പോയി, പൈസ പോയപ്പോൾ. സോ ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ്, പിന്നെ ഒരു സംഗതി സംഭവിച്ചു, ദാറ്റ് അനദർ സൺ ഓഫ് ദ വാലി, മറ്റു ഒരു സൺ, ഒരു മകൻ ഓഫ് ദ വാലി, ഈ വാലിയിൽ ജീവിച്ചിരുന്ന ആൾ, ഹാഡ് ബിക്കം എ സോൾജിയർ, അദ്ദേഹം ഒരു സോൾജിയർ, ഒരു പട്ടാളക്കാരനായിരുന്നു. മെനി ഇയേഴ്സ് അഗോ, ബിഫോർ അല്ലെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ആഫ്റ്റർ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹാർഡ് ഫൈറ്റിംഗ്, ഗ്രേറ്റ് ഡീൽ എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഡീൽ എന്ന് പറഞ്ഞാൽ അളവില്ലേ, അപ്പോൾ ആഫ്റ്റർ എ ഗ്രേറ്റ് ഡീൽ എന്ന് പറഞ്ഞാൽ വെരി മച്ച് ഓഫ് ഹാർഡ് ഫൈറ്റിംഗ്, ശക്തമായ യുദ്ധത്തിൻ്റെ ഒരുപാട് യുദ്ധങ്ങൾക്ക് ശേഷം, ഹി വാസ് നൗ എ ഫേമസ് കമാൻഡർ, അയാളൊരു ഫേമസ് ആയിട്ടുള്ള കമാൻഡർ, ഖായിദായി, നേതാവായി മാറിയിരുന്നു. ഹി വാസ് നോൺ ഓൺ ദ ബാറ്റിൽ ഫീൽഡിൽ അയാൾ അറിയപ്പെട്ടിരുന്നു ബൈ ദ നെയിം ഓഫ് ബ്ലഡ് ആൻഡ് തണ്ടർ അല്ലേ, ബ്ലഡ് എന്ന് പറഞ്ഞാൽ രക്തം, തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിയില്ലേ, അദ്ദേഹം തന്നെ ഒരു യുദ്ധത്തിൻ്റെ ഇടിനാദവും രക്തച്ചൊരിച്ചിലിൻ്റെ ആളുമൊക്കെ ആയതുകൊണ്ട് ആളുകൾ ബ്ലഡ് ആൻഡ് തണ്ടർ എന്നാണ് വിളിച്ചിരുന്നത്. ഓൾഡ് ആൻഡ് ടയേർഡ് നൗ അല്ലേ, വയസ്സായി ക്ഷീണിച്ച്, ടയേർഡ് അല്ലേ, ടയേർഡ് പറയല്ലേ, ക്ഷീണിച്ച അദ്ദേഹം, ഹി വാസ് ലൈറ്റ്ലി, അദ്ദേഹം അവസാന കാലത്ത് അയാൾ എക്സ്പ്രസ് ചെയ്തു, പ്രകടിപ്പിച്ചു എ ഡിസയർ അല്ലേ, ഒരാഗ്രഹം, ടു റിട്ടേൺ ടു ഹിസ് നാറ്റീവ് വാലി, അദ്ദേഹത്തിൻ്റെ ജന്മ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്നിട്ടോ ദ ഇൻഹാബിറ്റൻസ്, താമസക്കാർ, ഹിസ് ഓൾഡ് നൈബേഴ്സിലെ, അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ അയൽവാസികൾ, ആൻഡ് ദെയർ ഗ്രോൺ അപ്പ് ചിൽഡ്രൻ, അവരുടെ വളർന്നു വന്ന കുട്ടികൾ, പ്രിപ്പയർ ടു വെൽക്കം അല്ലെ, അവരൊക്കെ തയ്യാറായി ടു വെൽക്കം ദ റിനൗൺഡ് കമാൻഡർ, ഈ അറിയപ്പെട്ട കമാൻഡറെ വെൽക്കം ചെയ്യാൻ. ഇറ്റ് വാസ് ബീയിങ് സെഡ്, അത് പറയപ്പെട്ടിരുന്നു, ദാറ്റ് എന്താണ്, അറ്റ് ലാസ്റ്റ് അവസാനം അല്ലേ, ദ ലൈക്ക്നെസ് ഓഫ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഹാഡ് ആക്ച്വലി അപ്പിയർഡ്. അവർ പറഞ്ഞത് എന്താ, അറ്റ് ലാസ്റ്റ് ദ ലൈക്ക്നെസ് ഓഫ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഹാഡ് ആക്ച്വലി അപ്പിയർഡ്, അവസാനമായി ഈ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ രൂപം അവസാനമായി അപ്പിയർ ആയിട്ടുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു. ഗ്രേറ്റ് അല്ലേ, therefore വാസ് ദി എക്സൈറ്റ്മെൻറ്റ് അല്ലേ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ആകാംക്ഷയായിരുന്നു. ത്രൂ ഔട്ട് ദ വാലി അല്ലേ, ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ മുഴുനീളെ, വാലിയിൽ മുഴുനീളെ ആകാംക്ഷയായിരുന്നു. ആൻഡ് മെനി പീപ്പിൾ ഹു ഹാഡ് നെവർ വൺസ് തോട്ട് ഓഫ് ഗ്ലാൻസിങ് ദി ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് അല്ലേ, മെനി പീപ്പിൾ, ഒരുപാട് ആളുകൾ, ഹു ഹാഡ് നെവർ വൺസ്, ഒരിക്കലും തോട്ട് ചിന്തിക്കാത്ത ഒരുപാട് ആളുകൾ, ഓഫ് ഗ്ലാൻസിങ് അല്ലേ, ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് അറ്റ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിലേക്ക് നോക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകൾ, നൗ സ്പെൻഡ് മച്ച് ടൈം അല്ലെ, ഒരുപാട് സമയം ചിലവഴിച്ചു ഇൻ ഗെയ്സിങ് അറ്റ് ഇറ്റ്, അതിലിങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ പുതിയ ആൾ അതേപോലെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആളുകൾ അതിലേക്ക് നോക്കാൻ തുടങ്ങി. ഫോർ ദ സേക്ക് ഓഫ് നോയിങ്, സേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ വേണ്ടി, കാരണത്തിന് വേണ്ടി, കാരണമായിട്ട് എന്നൊക്കെ അർത്ഥം. ഫോർ ദ സേക്ക് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി അല്ലേ, ലില്ലാഹി. ഫോർ ദ സേക്ക് ഓഫ് നോയിങ്, മനസ്സിലാക്കാൻ, എക്സാക്ട്ലി കൃത്യമായിട്ട്, ഹൗ ജനറൽ ബ്ലഡ് ആൻഡ് തണ്ടർ ലുക്ക്ഡ് അല്ലേ, ജനറൽ ബ്ലഡ് ആൻഡ് തണ്ടർ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആളുകളൊക്കെ ഇവിടേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു, ഗ്രേറ്റ് സ്റ്റോൺ ഫേസിലേക്ക്. ഓൺ ദ ഡേ ഓഫ് ജനറൽസ് അറൈവൽ അല്ലേ, ജനറൽ വരുന്ന ദിവസം, ഏണസ്റ്റ് ആൻഡ് ഓൾ ദ അതർ പീപ്പിൾ ഓഫ് ദ വാലി, ഏണസ്റ്റും വാലിയിലുള്ള എല്ലാ ജനങ്ങളും ലെഫ്റ്റ് ദെയർ വർക്ക്, അവർ ജോലിയൊക്കെ ഒഴിവാക്കി, അന്ന് ജോലി വേണ്ടാൻ തീരുമാനിച്ചു. ആൻഡ് പ്രൊസീഡഡ് അല്ലേ, പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ പോട്ടെ എന്ന് പറയല്ലേ, പ്രൊസീഡഡ് ടു ദ സ്പോട്ട്,
സ്ഥലത്തേക്ക്, സ്പോട്ട് എന്ന സ്ഥലം. where the great banquet, അല്ലേ, ബാങ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഫീസ്റ്റ് എന്ന സൈഡിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സദ്യ, വലിയൊരു സദ്യ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സദ്യയുടെ സ്ഥലത്തേക്ക് എല്ലാവരും പോയി. ദ ഗ്രേറ്റ് ബാങ്കിറ്റ് ഹാഡ് ബീൻ പ്രിപ്പയർഡ്, ബാങ്കിറ്റ് പ്രിപ്പയർ ചെയ്ത സ്ഥലത്തേക്ക് എല്ലാവരും പോയി. സോൾജേഴ്സ് സ്റ്റുഡ് ഓൺ ഗാർഡ്, അല്ലേ, പട്ടാളക്കാർ ഗാർഡായിട്ട് നിന്നു, രണ്ട് ഭാഗത്തും അവരെ സംരക്ഷകരായിട്ട് നിന്നു. ഫ്ലാഗ്സ് വേവ്ഡ്, പതാകകൾ വീശപ്പെട്ടു. ആൻഡ് ദ ക്രൗഡ് റോഡ്, അല്ലേ, ഈ ക്രൗഡ് കൂട്ടം റോയർ ചെയ്തു, അല്ലേ, ഉറക്കെ ശബ്ദം ഉണ്ടാക്കി. ഏണസ്റ്റ് വാസ് സ്റ്റാൻഡിങ് ടു ഫാർ, ഏണസ്റ്റ് വളരെ ദൂരെ നിൽക്കുകയായിരുന്നു, ബാക്ക് ഭാഗത്ത്. ടു സീ ബ്ലഡ് ആൻഡ് തണ്ടേഴ്സ് ഫേസ്, അല്ലേ, ബ്ലഡ് ആൻഡ് തണ്ടറിൻ്റെ ഫേസ് കാണാൻ വേണ്ടി. ഹവർ ഹീ കുഡ് ഹിയർ സെവറൽ വോയിസസ്, ഹവർ എന്നിരുന്നാലും ആ നോക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ഹി കുഡ് ഹിയർ, ഒരു കേൾക്കാൻ പറ്റുമായിരുന്നു നമ്മുടെ കഥാപുരുഷന് ഏണസ്റ്റിന് എന്ത്, സെവറൽ വോയിസസ്, ഒരുപാട് വോയിസുകൾ അവന് കേൾക്കാമായിരുന്നു. ഇറ്റ് ഈസ് സെയിം ഫേസ് എക്സാക്റ്റ്ലി, അല്ലേ, കൃത്യമായിട്ട് അതേ ഫേസ് തന്നെ കേട്ടോ. ക്രൈഡ് വൺ മാൻ ഡാൻസിങ് ഫോർ ജോയ്, ആ ഡാൻസിങ് ഫോർ ജോയ് എന്ന് പറഞ്ഞാൽ ആ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് ഒരാൾ പറഞ്ഞു, വണ്ടർഫുള്ളി ലൈക്ക് ഇറ്റ്, ദാറ്റ്സ് എ ഫാക്റ്റ്, അല്ലേ, വണ്ടർഫുള്ളി അത്ഭുതകരമായി, ലൈക്ക് ഇറ്റ് അതുപോലെ തന്നെയാണ്, സെയിം ടു സെയിം, ദാറ്റ്സ് ഫാക്റ്റ്, അതൊരു സത്യമാണ്. റീപ്ലൈഡ് അനദർ, മറ്റൊരാൾ. ആൻഡ് വൈ നോട്ട്, എന്തുകൊണ്ട് സമമല്ല, അതേയല്ല, അല്ലേ, എന്തുകൊണ്ട് സമമല്ലാതെയല്ല, രണ്ടും സെയിം ആണ്. ക്രൈഡ് എ തേർഡ്, മറ്റൊരാൾ, മൂന്നാമത്തെ ഒരാൾ ഇങ്ങനെ അലറി വിളിച്ചു. ഹിയർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഓഫ് ദിസ് ഓർ എനി അതർ ഏജ്, ഈ കാലഘട്ടത്തിലെയും അല്ലെങ്കിൽ മറ്റേത് കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ മനുഷ്യനാണ് ഇദ്ദേഹം, ഗ്രേറ്റസ്റ്റ് മാനാണ്. ബിയോണ്ട് ഡൗട്ട്, ഒരു സംശയങ്ങൾക്കും ഇല്ലാതെ, ഒരു സംശയവുമില്ലാത്ത രീതിയിൽ, അല്ലേ, ബിയോണ്ട് എനി ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലാത്ത രീതിയിൽ ഇദ്ദേഹം അത്രയും വലിയ ആളാണ്. നമ്മൾ ചിത്രത്തിൽ കാണുന്നില്ലേ, ഒരു മലയിൽ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് തോന്നുകയാണ് ആ മലയിലുള്ള പാറയുടെ അതേ രൂപത്തിലാണ് നമ്മുടെ ജനറൽ ബ്ലഡ് ആൻഡ് തണ്ടർ ഉള്ളത് എന്ന്. ഏണസ്റ്റ് അറ്റ് ലാസ്റ്റ് could see the general's face, അല്ലേ, ഏണസ്റ്റ് അവസാനം ജനറലിൻ്റെ മുഖത്തേക്ക് നോക്കി ജനറലിൻ്റെ ഫേസ് അവനെ കാണാമായിരുന്നു. ആൻഡ് ഇൻ ദ സെയിം ഗ്ലാൻസ്, അതേ നോട്ടത്തിൽ, ടു ദ സൈഡ്, അല്ലേ, സൈഡിലെ ഹി കുഡ് ആൾസോ സീ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്, അവന് ഗ്രേറ്റ് സ്റ്റോൺ ഫേസും ഒരേ സമയത്ത് തന്നെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് there was such a like, എന്നാൽ if there was such a likeness, അങ്ങനെ ഒരു ലൈക്ക്നെസ് ഉണ്ടെങ്കിൽ, ആസ് ദ ക്രൗഡ് പ്രൊക്ലൈംഡ്, ക്രൗഡ് പറയും പോലെ ലൈക്ക്നെസ് ഉണ്ടെങ്കിൽ, ഏണസ്റ്റ് കുഡ് നോട്ട് റെക്കഗ്നൈസ് ഇറ്റ്, ഏണസ്റ്റിനത് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ലൈക്ക്നെസ് ഉണ്ടോ, ഏണസ്റ്റിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഫിയർ നോട്ട് ഏണസ്റ്റ്, ഏണസ്റ്റെ പേടിക്കണ്ട, ഫിയർ നോട്ട് ഏണസ്റ്റ്, അല്ലേ, ഏണസ്റ്റെ പേടിക്കണ്ട. സെഡ് ഹിസ് ഹാർട്ട്, അവൻ്റെ ഹാർട്ട് അവനോട് പറഞ്ഞു, അവൻ്റെ ഹൃദയം അവനോട് പറഞ്ഞു. ആസ് ഈഫ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് വാസ് വിസ്പറിങ് ഈം, അല്ലേ, അവനിങ്ങനെ ഹൃദയത്തിനോട് പറയുന്ന സംഗതി ആസ് ഈഫ്, അല്ലേ, പോലെ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് വാസ് വിസ്പറിങ്, അല്ലേ, വിസ്പർ എന്ന് പറഞ്ഞാൽ എന്താ, മന്ത്രിക്കുക. ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് അവനോട് മന്ത്രിക്കും പോലെ അവന് തോന്നി. ഫിയർ നോട്ട് ഏണസ്റ്റ്, ഹിൽ കം, ഏണസ്റ്റെ പേടിക്കേണ്ടതില്ല, നമ്മൾ ഉദ്ദേശിച്ച ആൾ തീർച്ചയായും വരും. ആക്ച്വലി നമ്മുടെ രണ്ട് പാഠങ്ങളാണ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് എന്ന രീതിയിൽ അന്ന് ഹെഡിങ്ങിലുള്ളത്. ആ രണ്ട് പാഠങ്ങളിൽ നിന്നുള്ള രണ്ടെണ്ണത്തിൻ്റെ ഒരു പകുതിയാണ് ഈ ക്ലാസ്സോട് കൂടി കഴിഞ്ഞത്. ഇൻ ദ നെക്സ്റ്റ് പീരീഡ് ആഫ്റ്റർ വർക്ക്സ് we can find or understand what is the next what is the remaining part of this story. On the page 132 we can see chapter 10, the great stone face 2. Okay, so you all read and understand the meaning and new vocabularies, new words which written on the right side and left side of this page. Okay, at last we can see proclaimed
മീൻസ് സെഡ് ലൗഡ്ലി ഓർ അനൗൺസ്ഡ്. അങ്ങനെയാണ് നമുക്കതിൻ്റെ അർത്ഥം. സെഡ് ലൗഡ്ലി എന്നാണ് ഉറക്കെ പറഞ്ഞു, പ്രഖ്യാപിച്ചു എന്നാണ് അർത്ഥം. ഇൻഷാ അല്ലാഹ്. സോ വി ആർ ക്ലോസിങ് ദിസ് ചാപ്റ്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.